എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകമ്പനം, ചത്തപ്പച്ച സിനിമകൾ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ L366 റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത് രാഹുൽ ഭട്ട്, സണ്ണി ലിയോൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണല്ലോ കെന്നഡി. ലോക പ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ ഈ ചിത്രം ഒരു മികച്ച സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഫെബ്രുവരി 20 C5 വഴി OTT റിലീസ് ചെയ്യുകയാണ്. ശിവകാർത്തികേയനെ നായകനാക്കി ശിവകുമാർ മുരുകൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മാസ് ആക്ഷൻ ഗ്യാങ്സ്റ്റർ ചിത്രമാണല്ലോ സിയോൺ. ചിത്രത്തിന്റെ ഗംഭീരമായ എലിവേഷൻ പ്രൊമോ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ പ്രഖ്യാപനവും മൂവി ടീം പുറത്തുവിട്ടിരുന്നു. ഏറെ വ്യത്യസ്തമായ ലുക്കിൽ ശിവകാർത്തികേയൻ എത്തുമ്പോൾ സന്തോഷ് നാരായണന്റെ തകർപ്പൻ പശ്ചാത്തല സംഗീതം പ്രമോയ്ക്ക് മറ്റൊരു ലെവൽ ഹൈപ്പാണ് നൽകുന്നത്. വക്കാലി വരേണ്ടിയെ എന്ന ഡയലോഗിലൂടെ പ്രേക്ഷകരെ ആവേശത്തിലഴ്ത്തുന്ന ഒരു കട്ട ലോക്കൽ മാസ് എന്റർടൈനർ തന്നെയാകും ഈ ചിത്രമെന്ന കാര്യത്തിൽ സംശയമില്ല. കമലഹാസൻ നിർമ്മിച്ച് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഈ വരുന്ന ഒക്ടോബർ 20 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ താൻ കേസുകൂട് എന്ന ചിത്രത്തിലെ സുരേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ രാജേഷ് മാധവൻ ആദ്യമായി സംവിധായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവൻ തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് ഒരുങ്ങുന്നത്. പെണ്ണും പൊറാട്ടും ടീം പുറത്തുവിട്ട ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ്. ഏറെ രസകരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് വലിയൊരു ചിരിവിരുന്ന് തന്നെ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ് സിനിമയിലെ തല അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ AK64. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാവുമെന്ന റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ആരാധകർക്കായി ഈ സർപ്രൈസ് എത്തുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അസാധാരണ നിർമ്മാണ ശൈലിയും മേക്കിംഗ് രീതിയുമാണ് ഈ ചിത്രത്തിനായി അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വമ്പൻ താരനിരയും സാങ്കേതിക പ്രവർത്തകരും അണിനിരക്കുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമാകാൻ ഒരുങ്ങുകയാണ്. ആദിത്യ ഭാസ്കർ, ഭവാനി ശ്രീ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് കാർത്തിക് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ഹോട്ട്സ്പോട്ട് ടു മച്ച്. വ്യത്യസ്തമായ 4 കഥകളെ കോർത്തിണക്കി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ ചർച്ചകൾക്ക് വഴി തെളിച്ചിരുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഫെബ്രുവരി 20 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ്, ആഹാ വീഡിയോസ്, സിംപ്ലി സൗത്ത്, AP ഇന്റർനാഷണൽ, ലയൺസ്ഗേറ്റ് പ്ലേ, ഷോർട്ട്ഫ്ലിക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. കരിക്കിന്റെ ശ്രദ്ധേയമായ വെബ് സീരീസുകളിലൂടെയും സ്കെച്ചുകളിലൂടെയും സുപരിചിതനായ ശ്യാം ഗിരീഷ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് മെഡിക്കൽ മിറാക്കിൾ. സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഈ ചിത്രം അനൗൺസ്മെന്റ് മുതൽക്കേ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. കരിക്കിന്റെ തന്നെ എഴുത്തുകാരിയായ നിലീൻ സാൻഡ്ര കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്ന ഈ ചിത്രത്തിന് മുജീബ് മജീദാണ് സംഗീതം നൽകുന്നത്. ചിത്രത്തിന്റെ കൗതുകമുണർത്തുന്ന സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏറെ രസകരവും വ്യത്യസ്തവുമായ ഒരു മെഡിക്കൽ ഡ്രാമയായിരിക്കും ഇതെന്ന സൂചനയാണ് പുതിയ പോസ്റ്ററും നൽകുന്നത്. വിജയ് സേതുപതി നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. പോക്കറ്റ് നോവൽ എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത്. ത്യാഗരാജൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതിക്കൊപ്പം മാളവിക മോഹനൻ, രാജ് പി ഷെട്ടി, കിഷോർ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യഘട്ട ഷെഡ്യൂൾ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിജയന്തയ നായകനായെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രം ഒണ്ടിമുനയും നല്ല പാതനും ഡിജിറ്റൽ സ്ട്രീമിംഗിന് ഒരുങ്ങുന്നു. റിലീസിന് പിന്നാലെ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഫെബ്രുവരി 20 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ സൺനെക്സ്റ്റ് വഴി പ്രേക്ഷകരിലേക്ക് എത്തും. ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം തമിഴ് സിനിമാ പ്രേമികൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് നേടിയത്. നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആരാധകനാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. നാച്ചുറൽ സ്റ്റാർ നാനിയും ദസറയ്ക്ക് ശേഷം സംവിധായകൻ ശ്രീകാന്ത് ഒടയിലയും വീണ്ടും ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം ദ പാരഡൈസ് വരുന്നു. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിലെ ആയഷേർ എന്ന ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന ഫെബ്രുവരി 24 പുറത്തിറങ്ങും. തെന്നിന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദ്രൻ ആണ്.
ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. 2026 ഓഗസ്റ്റ് 21 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വമ്പൻ റിലീസിനായാണ് ചിത്രം തയ്യാറെടുക്കുന്നത്. തെലുഗു, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ബംഗാളി കൂടാതെ ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നിങ്ങനെ 8 ഭാഷകളിലായി പാൻ വേൾഡ് തലത്തിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. നാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മാസ് ആക്ഷൻ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. KGF, സലാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്നതും ഗ്ലോബൽ സ്റ്റാർ ജൂനിയർ NTR നായകനായെത്തുന്നതുമായ ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ ചിത്രത്തിനായി വലിയ ആവേശത്തോടെയാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം NTRന്റെ കരിയറിലെ തന്നെ വമ്പൻ പ്രൊജക്ടുകളിൽ ഒന്നായിരിക്കും. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നടന്റെ മറ്റൊരു പ്രധാന ചിത്രമായ വാരാണസിക്ക് ശേഷമായിരിക്കും ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക. പ്രശാന്ത് നീലിന്റെ സിഗ്നേച്ചർ ശൈലിയിലുള്ള ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കും. 2027 വേനൽക്കാലത്ത് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലോ പണി. തൃശൂരിന്റെ പശ്ചാത്തലത്തിൽ ഗിരി എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചൊരുക്കിയ ഈ ചിത്രം വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ചിത്രത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ പണിക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവുമെന്ന് ജോജു നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ആ ഔദ്യോഗിക അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന് ഡീലക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം 2026 മാർച്ചിൽ ആരംഭിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലും പുതിയ കഥാപാത്രങ്ങളുമായിട്ടാണ് ഈ ഭാഗം എത്തുന്നത്. ഡീലക്സ് ബെന്നി എന്ന കഥാപാത്രമായി ജോജു ജോർജ് തന്നെയാണ് ഇതിലും പ്രധാന വേഷത്തിൽ എത്തുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മോളിവുഡിന്റെ മൾട്ടി സ്റ്റാർ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചെത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മലയാളം സിനിമയാണല്ലോ പാട്രിയറ്റ്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ ലാലേട്ടന്റെ ഡബ്ബിംഗ് വർക്കുകളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ഡബ്ബിംഗ് വർക്കുകളും പൂർത്തിയായി എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ആരാധകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ടീസർ അപ്ഡേറ്റിനായാണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് മൂവി ടീം. ഈ വരുന്ന മാർച്ച് 14 ഹോളി സ്പെഷ്യലായി ചിത്രത്തിന്റെ ഒരു ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് വീഡിയോ പുറത്തു വരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് L366. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. അതായത് പൂജ സ്പെഷ്യലായി ഒക്ടോബർ 15 തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മീര ജാസ്മിൻ കൂടി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത മാസം മുതൽ വീണ്ടും പുനരാരംഭിക്കും. വിജേഷ് പുനത്തൂർ സംവിധാനം ചെയ്ത് ഗണപതി, സാഗർ സൂര്യ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പ്രകമ്പനം. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഒരു ഹൊറർ കോമഡി ഡ്രാമയായിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം മാർച്ച് 2ാം വാരത്തോടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് റോഷൻ മാത്യു, അർജുൻ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് ചത്താപച്ച. വ്യത്യസ്തമായ പ്രമേയവും അവതരണവും കൊണ്ട് ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷ ഉണർത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ആഴ്ച അതായത് ഫെബ്രുവരി 19 ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. റോഷൻ മാത്യുവിന്റെയും അർജുൻ അശോകിന്റെയും മികച്ച പ്രകടനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം തന്നെ ചിത്രം ലഭ്യമാകും.